വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ദിവസം തുടങ്ങിയത് തന്നെ ചോര കണ്ടിട്ടാണ് ഗൈസ്. വേറൊന്നുമല്ല, രാവിലെ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് ഒരു ചെറിയ ചില്ലുകുപ്പി താഴെ വീണ് പൊട്ടി. അപ്പോൾ അതിൻ്റെ കുപ്പിച്ചില്ല് തെറിച്ചിട്ട് എൻ്റെ കാല് 2-3 സ്ഥലത്തായിട്ട് ചെറുതായിട്ടൊന്ന് പോറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള മുറിവൊന്നുമില്ല, 2-3 സ്ഥലത്ത് ഇങ്ങനെ ചോര പൊടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനുണ്ടല്ലോ ഇവിടെ രാവിലെ തന്നെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനുള്ള സവാളയും ഉള്ളിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പുറത്തെന്തോ ഒരു സൗണ്ട് കേട്ടിട്ട് ഞാൻ പോയി നോക്കുമ്പോൾ നമ്മുടെ താഴത്തെ വീട്ടിൽ കുഴൽക്കിണർ കുഴിക്കാനുള്ള വണ്ടിയും ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം അവർ പണി തുടങ്ങിയതിൻ്റെ ആ ഒരു സൗണ്ടാണ്. എനിക്കാണെങ്കിൽ ഇതിലെ സൗണ്ട് കേൾക്കുന്നത് ഭയങ്കര അസ്വസ്ഥതയാണ് കേട്ടോ. എനിക്ക് തലവേദന എടുക്കുക. അപ്പോൾ ഞാനിന്ന് പെട്ടെന്ന് കഴിഞ്ഞാൽ മതി എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഞാൻ വന്നിട്ട് തക്കാളി ചമ്മന്തി ഉണ്ടാക്കുകയാണ്. അപ്പോൾ കടുകൊക്കെ പൊട്ടിച്ച് തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്ത് പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അമ്മ രാവിലെ തന്നെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഡ്ഡലിൻ്റെയും ദോശേൻ്റെ ഒക്കെ കൂടെ തക്കാളി ചമ്മന്തി കൂട്ടി കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് തണുക്കുന്ന സമയം കൊണ്ട് ഇവിടെ കഞ്ഞിക്ക് വെള്ളം വെച്ചതിൻ്റെ തീയൊക്കെ കിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാനൊന്ന് ഊതി കത്തിച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഇതൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് മിക്സീൻ്റെ ജാറിലേക്കൊന്ന് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു റെസിപ്പി ഉണ്ടല്ലോ, ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വേറെ കുറേ റെസിപ്പി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വേറെ കുറേ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടൊക്കെ ഉള്ളതുണ്ടായിരുന്നു. അതൊക്കെ മെനക്കേടാണ്. ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇത് ഞാൻ കുറച്ച് മുന്നേ എടുത്ത ഒരു വീഡിയോ ക്ലിപ്പാണ് കേട്ടോ. ഈ ഒരു വീഡിയോയിൽ എൻ്റെ മുടി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആകെ മൊത്തം റഫായിട്ട് ഭയങ്കര ഫ്രിസ്സി ആയിട്ടാണ് ഇരിക്കുന്നത്. മെയിനായിട്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊടുമ്പത്തേനും മുടി ഇങ്ങനെ ഊരിപ്പോരുമായിരുന്നു കേട്ടോ. മുടിക്കൊട്ടും ബലമില്ലാഞ്ഞിട്ട് ഇങ്ങനെ തൊടുമ്പത്തേനും പൊട്ടി പോവുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ ഈ മാമാർത്തിൻ്റെ ഹിബിസ്കസ് ഹെയർ ഓയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. ഇതിനകത്ത് മെയിനായിട്ട് ഹിബിസ്കസ് ആൻഡ് കറി ലീവ്സ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഡാമേജ് ഹെയർ റിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ഹെയർ കുറച്ചും കൂടി സ്ട്രെങ്തൻ ചെയ്യാനായിട്ടും നമ്മുടെ റൂട്ട് നല്ല നറീഷ്ഡ് ആയിട്ട് വെക്കാനൊക്കെ ആയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ആപ്ലിക്കേറ്റർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്കാൽപ്പിലൊക്കെ ഓയിൽ ഈവൻലി അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. നമുക്കിപ്പോൾ ഈ പൊല്യൂഷനും ഈ ഒരു പൊടിയും ഈ ഒരു വെയിലൊക്കെ കാരണം നമ്മുടെ മുടി ഭയങ്കരമായിട്ട് റഫ് ആവാനും ഫ്രിസ്സി ആവാനും പൊട്ടിപ്പോവാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ടല്ലോ. പിന്നെ ഭയങ്കര ജടയൊക്കെ പിടിച്ചിട്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഈ ഒരു ഹെയർ ഓയിൽ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ സ്കാൽപ്പിലും ഹെയർ ലെങ്തിലും ഈ ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു മാസത്തോളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നല്ലൊരു ഡിഫറൻസ് എനിക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ പ്രൊഡക്ട്സ് എല്ലാം വന്നിട്ട് നാച്ചുറലാണ്, കെമിക്കൽ ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇവരുടെ പ്ലാൻ ഗുഡ്നെസ് ഇനീഷ്യേറ്റീവ് പ്രകാരം 2025 ആകുമ്പോഴത്തേനും 1 മില്യൺ ട്രീസ് പ്ലാന്റ് ചെയ്യണം എന്നാണ് കേട്ടോ ഇവരുടെ ഒരു ലക്ഷ്യം. പിന്നെ മാമാർത്തിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം തന്നെ ഇപ്പോൾ നിയർ ബൈ ഷോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എണ്ണയൊക്കെ വെച്ച് ഒരു മണിക്കൂറിന് ശേഷം ഇവരുടെ ഹിബിസ്കസ് ഡാമേജ് റിപ്പയർ ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഡിഫറൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. മുടി കുറച്ചും കൂടി നല്ല മാനേജബിൾ ആയിട്ടുണ്ട്. കുറച്ചും കൂടി ഹെയർ നല്ല സ്ട്രോങ് ആയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം മുന്നൊക്കെ ഇങ്ങനെ തൊടുമ്പത്തേനും മുടി ഇങ്ങനെ ഊരിപ്പോരോ പൊട്ടിപ്പോരോ ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഫ്രിസിനെസ് ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് വാങ്ങാനുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഒരു കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് വാങ്ങുകയാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രൊഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാൻ ചെക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനുണ്ടല്ലോ ഇവിടെ കുറച്ച് ഒതുക്കൽ പരിപാടിയിലാണ്. ഞാൻ ഉപയോഗിച്ച് തീർന്ന കുറച്ച് ബോട്ടിൽസൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി ഒന്ന് ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനെല്ലാം ഒന്ന് തുറന്ന് വീണ്ടും ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കാരണം വല്ല പ്രൊഡക്റ്റും ബാക്കി ഉണ്ടോ എന്ന് അറിയണമല്ലോ. ഒന്നും നമുക്ക് വേസ്റ്റ് ആക്കാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം ഒന്ന് തുറന്ന് ഡബിൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ ഒന്നും അതിൻ്റെ അകത്ത് ബാലൻസ് ഇല്ല. എല്ലാം ഞാൻ ഉപയോഗിച്ച് തീർത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു മാമാർത്തിൻ്റെ ഈ ഒരു ബീറ്റ്റൂട്ട് മോയ്സ്ചറൈസർ ഭയങ്കര നല്ലതാണ് കേട്ടോ. ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂ നെക്ടർ എന്ന് പറഞ്ഞ ആ ഒരു മോയ്സ്ചറൈസർ ആണെങ്കിലും അടിപൊളി മോയ്സ്ചറൈസറാണ്. എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ അത് രണ്ടും. അപ്പോൾ ഞാൻ സൺസ്ക്രീനിൻ്റെ ആ ഒരു ബോട്ടിലല്ല ആ ഒരു ട്യൂബൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ അകത്തു നിന്നൊക്കെ തോണ്ടി എടുത്തിട്ടുണ്ട്. കാരണം സൺസ്ക്രീൻ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പെട്ടെന്ന് തീരുന്നതെന്ന് ഒരു കയ്യും കണക്കുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു തുള്ളി പോലും പാഴാക്കാൻ പാടില്ല. അപ്പോൾ ഞാൻ അതൊക്കെ അങ്ങനെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ആജിയോന്ന് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് വേറെ ഒന്നുമല്ല കേട്ടോ, ഒരു ബ്ലൂ കളറിൽ വരുന്ന ഒരു നോർമൽ ടീഷർട്ടാണ്. ഞാനത് വീട്ടിലിടാമെന്നുള്ള ഇതിൽ മേടിച്ചതാണ്. കാരണം വെറും 90 രൂപ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷേ ഇത് നല്ല ക്വാളിറ്റിയുള്ള ടീഷർട്ടാണ്. നമുക്ക് ഒരു 2-3 തവണയൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ വീട്ടിലിടാം കേട്ടോ. പിന്നെ ഇതിൽ വന്നിട്ട് ദ ഫ്യൂച്ചർ ഈസ് ബ്രൈറ്റ്, ഫോളോ യുവർ ഡ്രീംസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് നല്ല കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ.
പിന്നെ ഞാൻ കുറച്ച് ചാമ്പങ്ങ പറിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചാമ്പങ്ങ ആയിട്ടില്ല, വെറും മുട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ ഇപ്പം എന്താണ് അത്യാവശ്യം ചാമ്പങ്ങയായി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ചാമ്പങ്ങ പറിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ എല്ലാം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ചാമ്പങ്ങയാണ് കേട്ടോ, ഒരുപാട് വലിപ്പമൊന്നും വെക്കുന്നില്ല. കണ്ടില്ലേ, ഈ ഒരു വലിപ്പമൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ തൊടുമ്പോഴത്തേനും കുറേ എണ്ണമൊക്കെ ഇങ്ങനെ താഴെച്ചാടി പോകുന്നുണ്ടായിരുന്നു. എനിക്ക് കൂടുതലും ഇങ്ങനെ നിലത്ത് വീണ് കിടന്നിട്ട് ഒരു വാടി കിടക്കുന്ന ചാമ്പങ്ങയില്ലേ, അതാണ് കേട്ടോ കൂടുതലും ഇഷ്ടം. കാരണം അതിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ്, നല്ല മധുരം ഉണ്ടാവുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പറിച്ചുകൊണ്ട് വന്നിട്ട് ഉപ്പും മുളകും കൂട്ടിയിട്ട് അങ്ങനെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്കിങ്ങനെ കഴിക്കാനായിട്ട്. കുറേ ഇങ്ങനെ കഴിച്ച് കഴിയുമ്പോൾ നമ്മുടെ എന്താണ് നാക്കിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ ഒരു തരി പോലെ വരും. പിന്നെ ഇപ്പോൾ ഈ ചൂട് കാരണം വെള്ളം കുടിക്കുന്നതിന് ഒരു കയ്യും കണക്കില്ല കേട്ടോ. അപ്പോൾ വെള്ളം കൂടി കുറഞ്ഞു പോകുന്നുള്ള ടെൻഷനൊന്നും വേണ്ട. കാരണം എത്ര കുടിച്ചാലും ദാഹം മാറാത്ത ഒരവസ്ഥയാണ്. കാരണം ഇങ്ങനെ വേർത്ത് ഒലിച്ച് പോകുമല്ലേ. എൻ്റെ ബോഡിയാണെങ്കിൽ ഭയങ്കരമായിട്ട് വേർക്കുന്ന ബോഡിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം കുടിക്കാനായിട്ട് വന്നപ്പോഴത്തേനും കറണ്ടും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ഇരുട്ടതുപോലെ തോന്നുന്നുണ്ടാവും നിങ്ങൾക്ക്. അപ്പം രാവിലെ തിളപ്പിച്ച് വെച്ച് വെള്ളമൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേറെ വെള്ളമൊക്കെ ഒഴിച്ച് വീണ്ടും ഒന്ന് തിളപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പനിക്കൂർക്കേൻ്റെ ഇലയിട്ടിട്ടാണ് കേട്ടോ തിളപ്പിക്കുന്നത്. എനിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ, കറണ്ട് ഇങ്ങനെ ഉണ്ടാവാറേ ഇല്ല. കഴിഞ്ഞ ആഴ്ച ഫുള്ള് KCBൻ്റെ പണി കാരണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇങ്ങനെ കറണ്ട് ഓഫാക്കി ഇട്ടേക്കായിരുന്നു. ഇവരുടെ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും ഉള്ളൊരു പതിവാണ് കറണ്ട് പിന്നെ ഒരിക്കലും ഉണ്ടാവില്ല. കറണ്ട് ഇങ്ങനെ പോകലും വരലും തന്നെ ആയിരിക്കും കേട്ടോ. അതേസമയം വലിയ പണിയൊന്നും എടുക്കാതിരിക്കുവാണെങ്കിലും കറണ്ട് മര്യാദയ്ക്ക് കിട്ടും. അതെന്താണെന്ന് എനിക്കറിയില്ല. രാവിലെ എന്നോട് അമ്മ മിറ്റടിച്ചിടാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ വേറെ എന്തൊക്കെയോ എടുത്തിട്ട് അങ്ങനെ രാവിലെ മിറ്റടിക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഞാൻ വെയിലൊന്നും ആറിയ സമയത്ത് പോയിട്ട് മിറ്റടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം ഒരു ചൂല് എടുത്തിട്ട് എനിക്ക് അതുകൊണ്ട് അടിച്ചിട്ട് കരികിലൊന്നും പോകാത്ത പോലെ തോന്നിയപ്പോൾ പിന്നെ ഞാൻ വേറെ ഒരു ചൂല് എടുത്തിട്ട് വന്നിട്ട് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഫുള്ള് ഉണങ്ങി കിടക്കുന്നത് കൊണ്ട് നന്നായിട്ട് പൊടി പറക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് തളിച്ച് കൊടുത്തിട്ട് ഒന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. കാരണം എനിക്കൊന്നാതെ പൊടി അലർജി ഉള്ളതാണ്. പിന്നെ തുമ്മി ഒരു പരുവാകും. അപ്പം വെള്ളം തളിച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ വലുതായിട്ട് പൊടി ഇങ്ങനെ പറക്കില്ലല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ കഴിഞ്ഞിട്ട് റൂമൊക്കെ ഒന്ന് തുടച്ച് ഇവിടെയൊക്കെ ഒന്ന് കഴുകിയിട്ടിട്ടുണ്ട്. അപ്പം ഉടനെ തന്നെ ഉണ്ടല്ലോ ഒരാൾ വന്നിട്ട് ഇവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ. കട്ടിലിൻ്റെ അടിയിലെങ്ങാണ്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന ചെറുക്കനാണ് ഇവിടെ ഞാൻ കഴുകിയിട്ട പാടെ വന്നിട്ട് ആ വെള്ളത്തിൽ കയറിയിരിക്കുന്നത്. എന്താ നോക്കണേ. അപ്പോൾ അവൻ ഇരിക്കുന്ന കണ്ടിട്ട് അതിൻ്റെ പുറകെ വന്നിട്ട് നമ്മുടെ പീക്കിരിമണികളും അവിടെ കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾ എന്ത് ചെയ്താലും ഞാനൊന്നും പറയാറില്ല എന്നുള്ളതാണ് വേറെ സത്യം. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇവരെ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ചെറിയൊരു മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈശ്വരാ മഴ പെയ്യണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, മഴയൊന്നും പെയ്യുന്നേ ഇല്ല. 2 ദിവസമായിട്ട് ചെറുതായിട്ടൊരു മഴക്കാറൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേനും കറണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ അത് എത്ര നേരത്തേക്ക് ഉണ്ടാകുമെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നും നമുക്ക് ചായക്ക് കടിയൊന്നുമില്ല കേട്ടോ. ഞാൻ കുറച്ച് കടല ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വറക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. പിന്നെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്കങ്ങ് മൂടങ്ങ് പോയി കിട്ടി. കുറച്ച് നാളായിട്ട് അതവിടെ ഇരിക്കുന്നതാണ് കേട്ടോ. ഞാൻ കടലമിഠായി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആരെ കൊണ്ടും തൊഴിപ്പിക്കാതെ വെച്ചുകൊണ്ടിരുന്ന സാധനമാണ്. ഞാൻ എന്നിട്ട് കടലമിഠായി ഉണ്ടാക്കിയതുമില്ല, ആരെയിട്ട് തീറ്റിച്ചതുമില്ല. അതിൻ്റെ കേടായി പോവുമോ എന്തോ. പിന്നെ ഉണ്ടല്ലോ, ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ഫേസ് പാക്കും കൂടി ഇടാമെന്ന് വിചാരിച്ചു. കാരണം കുറേ നാളായി ഇങ്ങനെ ഫേസ് പാക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട്. ഇത് വന്നിട്ട് മുൾട്ടാണി മിട്ടീൻ്റെ ഒരു ഫേസ് പാക്കാണ് കേട്ടോ. നല്ലതാണ്, നമുക്ക് ഓയിലൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് ഭയങ്കര നല്ലതാണ്. അപ്പോൾ ഞാൻ കറക്റ്റ് കണ്ടില്ലേ ഫേസ് പാക്ക് ഇടാൻ തുടങ്ങിയപ്പോഴത്തേനും കറണ്ട് അങ്ങ് പോയി കിട്ടി. പിന്നെ കറണ്ട് വരുന്നത് നോക്കിയിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണിയൊന്നും നടക്കാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് ഇടുകയാണ് കേട്ടോ. ഇതിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചിട്ട് അങ്ങനെ കഴുകിക്കളയുക. അപ്പോൾ പിന്നെ റെഡിമെയ്ഡ് ആയതുകൊണ്ട് നമുക്കൊന്നും മിക്സ് ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അത് മാത്രമല്ല ഇത് കുറേ നാളായിട്ട് ഇവിടെ ഇരിക്കുന്നത് എക്സ്പയറി ആവുന്നതിന് മുമ്പേ ഉപയോഗിച്ച് തീർക്കുകയും കൂടി ചെയ്യണമല്ലോ. അപ്പോൾ അതിനും കൂടിയിട്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് പോയി കുളിക്കണം. അപ്പോൾ അതിന് മുന്നായിട്ട് കുറച്ച് പാത്രത്തിൽ വെള്ളമൊക്കെ പിടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനലൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും മറ്റൊരു അടിപൊളി വീഡിയോയിൽ കൂടി കാണാം. അതുവരേക്കും ബൈ ബൈ.